2022 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം ദ വേ ഓഫ് ദ ഹൗസ് ഹസ്ബൻഡിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ജെന്റിൽമാനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ശരീരം മുഴുവൻ ടാറ്റു പതിപ്പിച്ചിട്ടുള്ള വീട്ടുകാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാൾ. കുറോഡ ടാറ്റ്സു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒരു കാലത്ത് യക്കുസ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ആദരിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫൈറ്റിംഗിൽ അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് കണ്ട് എല്ലാവരും അദ്ദേഹത്തെ എറ്റേണൽ ഡ്രാഗൺ എന്ന വിളിപ്പേരുകൊണ്ടായിരുന്നു അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിനൊരു വെളിപാടുണ്ടാകുന്നത്. തന്റെ ഈ ഇരുണ്ട ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ നന്മയുള്ള നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്ന തരത്തിലായിരുന്നു അത്. തന്റെ ഭാര്യയ്ക്ക് മികച്ചൊരു ഹസ്ബൻഡും തന്റെ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു അച്ഛനുമായി ജീവിക്കണം എന്നുമൊക്കെ അദ്ദേഹം കരുതി. പിന്നീട് അങ്ങോട്ടേക്ക് ടാറ്റ്സുവിന്റെ ജീവിത രീതി തന്നെ മാറി. തന്റെ കുടുംബത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്ത് തന്റെ കുടുംബാംഗങ്ങൾക്കായി അദ്ദേഹം ഭക്ഷണം തയ്യാറാക്കി അത് പാക്ക് ചെയ്ത് കൃത്യമായി ഭാര്യയ്ക്കും മകൾക്കും കൊടുത്തുവിട്ടു. മുമ്പ് ടാറ്റ്സു എങ്ങനായിരുന്നോ അതിനൊക്കെ നേരെ വിപരീതമായിരുന്നു അത്. ടാറ്റ്സുവിന്റെ ഭാര്യ മിക്കു ഒരു വർക്കഹോളിക്കായിട്ടുള്ള സ്ത്രീയാണ്. തന്റെ ജോലിക്കാര്യത്തിൽ അത്രമേൽ അവൾ ശ്രദ്ധ കൊടുക്കും. ഒരു ഓഫീസിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന മിക്കുവായിരുന്നു കുടുംബത്തിലേക്ക് പ്രധാനമായും വരുമാനം കൊണ്ടെത്തിച്ചിരുന്ന വ്യക്തി. സാധാരണഗതിയിലെ ഒരു കുടുംബത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് വീട്ടുകാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തും. ഭാര്യ ജോലിക്ക് പോയി വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരും. അവരുടെ മകളുടെ പേര് ഹിമാവരി എന്നായിരുന്നു. കൗമാര പ്രായക്കാരിയായ ഹിമാവരി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയും മകളും പോയി കഴിഞ്ഞാൽ ടാറ്റ്സുവിന്റെ പ്രധാന ജോലി കുക്കിങ്ങിൽ പരീക്ഷണങ്ങൾ നടത്തലാണ്. അവർക്ക് വേണ്ടി അദ്ദേഹം മികച്ച ഭക്ഷണങ്ങൾ തയ്യാറാക്കും. എല്ലാ മാസവും ടാറ്റ്സുവിന്റെ സുഹൃത്ത് അക്കാമിയ മസാരുവും ചേർന്ന് അവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്നും പണം പിരിക്കാനിറങ്ങും. അവരുടെ അടുത്തുള്ള കോംപ്ലക്സിൽ നിന്നുമായിരുന്നു ആ പണം പിരിക്കുക. ടാറ്റ്സുവിന്റെ പാസ്റ്റും ഭീകര രൂപവും കണ്ടാൽ ഒരു വട്ടിപ്പലിശക്കാരനെ പോലെയായിരുന്നു എല്ലാവർക്കും തോന്നിയിരുന്നതും. അതുകൊണ്ട് അവർ ഭയന്നാണെങ്കിലും പണം കൊടുക്കും. പക്ഷേ ആ പണം ഉപയോഗിക്കപ്പെട്ടിരുന്നത് കോംപ്ലക്സിന്റെ നവീകരണത്തിനും കോംപ്ലക്സിന്റെ സെക്യൂരിറ്റിക്കും ഗാർഡൻ മെയിന്റനൻസിനും എല്ലാ മാസവുമുള്ള ഫെസ്റ്റിവൽ ഇവന്റ്സിനും ഒക്കെ കൂടി വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പണം പിരിക്കാൻ ഇറങ്ങുമ്പോൾ ടാറ്റ്സുവിന്റെ ബോഡി ലാംഗ്വേജും പെരുമാറ്റവും ഒക്കെ അവിടുത്തെ അന്തേവാസികളെ ഭയപ്പെടുത്താറുണ്ടായിരുന്നു. ഒരു ദിവസം അത്തരത്തിൽ ടാറ്റ്സുവും കൂട്ടുകാരനും കൂടി പണം പിരിക്കാൻ ഇറങ്ങിയപ്പോൾ ആ റെസിഡൻഷ്യൽ ഏരിയയിൽ പുതിയൊരു ബിൽഡിംഗ് ഉയർന്നിരിക്കുന്നത് കണ്ടു. ആ ഏരിയ മുഴുവൻ അവരുടെ പരിപാലനത്തിലായതുകൊണ്ട് അവിടെയും കയറി പണം പിരിക്കാം എന്ന് ടാറ്റ്സു ചിന്തിച്ചു. പക്ഷെ ആ ബിൽഡിംഗിന്റെ ഓണർ കെൻഡോ എന്ന വ്യക്തിയായിരുന്നു. ഒരു ഗ്യാങ്സ്റ്റർ ബോസ് ഭാവമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ടാറ്റ്സുവിനെ കണ്ട അയാൾ വിരണ്ടതേയില്ല. യാഥാർത്ഥ്യത്തിൽ ടാറ്റ്സു ഒരു മുൻകാല യക്കുസയായിരുന്നു എന്നുപോലും യാക്കുസ ഗ്യാങ്സ്റ്റർ ബോസായ കോണ്ടോയ്ക്ക് അറിയുകയുമില്ലായിരുന്നു. പക്ഷേ ഒരുപാട് വൈകാതെ ടാറ്റ്സു ആരെന്ന് കോണ്ടോ അറിഞ്ഞു. അതോടെ കോണ്ടോ ഭയപ്പെടാൻ തുടങ്ങി. ടാറ്റ്സുവിനെ പറ്റിയുള്ള കഥകളും കോണ്ടോ തന്റെ അംഗങ്ങളോട് പറയാൻ ആരംഭിച്ചു. പണ്ടൊരിക്കൽ യാക്കുസ ബോസുകളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കോണ്ടോ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ടാറ്റ്സു അവിടെ നിലത്ത് ഫ്ലോർ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശ്രദ്ധിക്കാതെ കോണ്ടോ അവിടെ വീണു. ടാറ്റ്സുവുമായി സംസാരമുണ്ടായി. ദേഷ്യം വന്ന ടാറ്റ്സു കോണ്ടോയെ ഒരു 1-on-1 ഫൈറ്റിന് ക്ഷണിച്ചു. അന്നത് അവിടെ വെച്ച് ഒഴിവായി പോയെങ്കിലും ടാറ്റ്സു ഇപ്പോൾ അത് ഓർത്തുവെച്ച് തന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതായിരിക്കും എന്ന തരത്തിലൊക്കെയായിരുന്നു കോണ്ടോ അപ്പോൾ ചിന്തിച്ചത്. വല്ലാതെ ഭയന്ന് അയാൾ അതിനെപ്പറ്റി അംഗങ്ങളോട് വിശദീകരിച്ചു. കഥ അവിടെ നിന്നും ടാറ്റ്സുവിന്റെ സുഹൃത്ത് മസാരുവിലേക്ക് തിരിയുന്നു. കോണ്ടോയെ മീറ്റ് ചെയ്തതും നടക്കുന്ന കാര്യങ്ങളും അത്ര ഓക്കെയായി മസാരുവിന് തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ യാക്കുസ ബോസിനെ കണ്ട് മസാരു കാര്യങ്ങൾ വിശദീകരിച്ചു. ഇഗുച്ചി കിക്കുചിറോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പുതിയ താമസക്കാരായി കുറച്ച് ആളുകൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും മസാരു വിശദീകരിച്ചു. ഇഗുച്ചിയായിരുന്നു പണ്ട് ടാറ്റ്സുവിന്റെയും ബോസായിട്ടുണ്ടായിരുന്നത്. ഇഗുച്ചിയുടെ ഭാര്യ ഹിബാരിയും അവിടെ ഉണ്ടായിരുന്നു. കാണാൻ വളരെയധികം സുന്ദരിയായി തോന്നുമെങ്കിലും ഹിബാരിയും ഒരു യാക്കുസ മെമ്പറാണ്. പഴയ പോലല്ല. യക്കുസകൾക്ക് പണി കുറഞ്ഞതും ഗുണ്ടാപ്പിരിവൊന്നും നടക്കാത്തതും കാരണം അവർ പാർട്ട് ടൈമായി ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ ഇപ്പോൾ ജോലി പോലും നോക്കുന്നുണ്ട്. ഇഗുച്ചി സെക്യൂരിറ്റി ഗാർഡായും ഭാര്യ ഹിബാരി അവിടുത്തെ ക്യാഷറായിട്ടുമായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കൺവീനിയൻസ് സ്റ്റോറിലെ ജോലിയിൽ തിരക്കിലായതുകൊണ്ട് തന്നെ പുതിയ യാക്കുസ ഗ്യാങ് വാറുകൾക്കോ പ്രശ്നപരിഹാരത്തിനോ അവർക്ക് നേരമുണ്ടായിരുന്നില്ല. ഇതേസമയം ടാറ്റ്സുവും കുടുംബവും അവരുടെ വളർത്തു ജീവിയായ ഹാംസ്റ്ററെ ഒഴിവാക്കുന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ചിലവ് കൂടിയതുകൊണ്ട് അതിനെയും അഫോർഡ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തെരുവിൽ ഉപേക്ഷിക്കാം എന്നവർ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് ഹാംസ്റ്ററെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാം എന്ന് ടാറ്റ്സു കരുതി. ഹാംസ്റ്റർ
ഹാംസ്റ്ററെ ഒഴിവാക്കുവാൻ തെരുവീഥികളിലൂടെയും മറ്റും ടെറ്റ്സു നടന്നു. ടെറ്റ്സുവിന്റെ ഹാംസ്റ്ററുമായുള്ള ഇടപെടലും അതിനോടുള്ള പരിപാലനവും ഒക്കെ ഒരു പോലീസുകാരന് എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണോ അയാൾ ചെയ്യുന്നത് എന്ന തരത്തിൽ സംശയമുണ്ടാക്കി. ടെറ്റ്സുവിന്റെ പ്രവൃത്തിയിൽ ടെറ്റ്സു എന്തോ വെപ്പൺ ഒളിപ്പിച്ച് നടക്കുകയാണ് എന്ന രീതിയിലായിരുന്നു പോലീസ് സംശയിച്ചത്. തന്റെ ഹാംസ്റ്ററെ പോലീസ് കാണരുത് എന്ന് ടെറ്റ്സുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് പിന്തുടർന്നു വന്നപ്പോൾ ടെറ്റ്സു ഓടി കോണ്ടോയുടെ ഓഫീസിലേക്ക് കയറി. അത്തരത്തിൽ ടെറ്റ്സു ഓടിക്കയറി വരുന്നത് കണ്ട കോണ്ടോയുടെ ആളുകൾ ടെറ്റ്സു കോണ്ടോയെ ആക്രമിക്കാൻ വന്നതാണ് എന്നായിരുന്നു ചിന്തിച്ചത്. വൈകാതെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും അവിടെ ഒരു ഫൈറ്റ് ഉടലെടുക്കാൻ ആരംഭിച്ചു. പിന്നാലെ പോലീസും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പോലീസിനെ അവോയ്ഡ് ചെയ്യുവാൻ ഒടുവിൽ വിൻഡോയിലൂടെ എടുത്തു ചാടിയായിരുന്നു ടെറ്റ്സു രക്ഷപ്പെട്ടത്. പക്ഷേ എന്നിരുന്നാലും പോലീസ് സംഘം ടെറ്റ്സുവിന് പിന്നാലെ വെച്ചുപിടിക്കാൻ തുടങ്ങി. ഒരു പ്രശ്നവുമില്ലാതെ തീരണ്ട ഒരു പോലീസുകാരൻ ചേസ് ചെയ്തിരുന്ന പ്രശ്നത്തിൽ നിന്നും വലിയൊരു പോലീസ് സംഘം തന്നെ ടെറ്റ്സുവിനെ ചേസ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ മാറി. പോലീസ് ടെറ്റ്സുവിനെ ചേസ് ചെയ്യുന്നത് റെസിഡൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളും കണ്ടിരുന്നു. വാർത്ത പെട്ടെന്ന് തന്നെ കത്തിപ്പടരാൻ തുടങ്ങി. പ്രശ്നക്കാരനല്ലാത്ത ടെറ്റ്സുവിനെ ഹെൽപ്പ് ചെയ്യുവാൻ കൂട്ടുകാരടക്കം മുന്നിട്ട് വന്നു. അത്തരത്തിൽ ആദ്യമേ മുന്നിട്ട് വന്ന മസാരുവിനെ ചേസിങ്ങിനിടയിൽ ടെറ്റ്സു സൈക്കിൾ കൊണ്ടിടിച്ചു. മസാരു തെറിച്ചു വീണു. ഒടുവിൽ പോലീസ് ടെറ്റ്സുവിനെ ചുറ്റിവളഞ്ഞ് തോക്ക് ചൂണ്ടി നിന്നു. അവന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്നത് പുറത്തെടുക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു വഴികളില്ലാതെ ടെറ്റ്സു അത് പുറത്തെടുത്തു. പോലീസുകാർ അത് ഗണ്ണാണെന്നും ബോംബാണെന്നും ഒക്കെ ഭീതിയിൽ നിൽക്കുമ്പോൾ ടെറ്റ്സു പുറത്തെടുത്തത് ഒരു ഹാംസ്റ്ററിയായിരുന്നു. മൊത്തത്തിൽ സീരിയസ് ആയ ഏവരും ഭയന്നിരുന്ന ആ സിറ്റുവേഷൻ അതോടെ കോമഡിയായി മാറി. പോലീസുകാർ നാണം കെടുന്നത് ഒഴിവാക്കുവാൻ ടെറ്റ്സു ഹാംസ്റ്ററെ പോലീസുകാർക്ക് തന്നെ കൈമാറി. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ മിക്കു ടെറ്റ്സു അവശനായി നിൽക്കുന്നത് കാണപ്പെട്ടു. നല്ല വൈഫ് എന്ന നിലയിൽ അന്നത്തെ ഡിന്നർ താനുണ്ടാക്കാം എന്ന് മിക്കു പറഞ്ഞു. പക്ഷേ മിക്കു അതിനു മുമ്പ് ഒരിക്കലും കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് കിച്ചൺ ജോലികളും അത്ര ഫെമിലിയർ അല്ല. വെജിറ്റബിൾ വെട്ടിയതുപോലും ചറപറ എന്ന രീതിയിലായിരുന്നു. മിക്കു ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും അതിന്റെ രുചിയും അത്രമേൽ മോശമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഡിന്നർ സമയം അത്ര അലമ്പായില്ല. അവരവരുടെ വെക്കേഷൻ യാത്രകളെ പറ്റി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ ഡിസ്കഷൻ കാരണം ഡിന്നറും എൻഗേജിംഗ് ആയി മാറി. പക്ഷേ കോണ്ടയ്ക്കെതിരെയുണ്ടായ കാര്യങ്ങളും മറ്റും ചിന്തിച്ചപ്പോൾ ഒരു ഫോർമർ യാക്കുസ എന്ന രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ടെറ്റ്സു ഭയന്നിരുന്നു. തന്റെ കുടുംബത്തിന് അത് സംരക്ഷണമില്ലാതാക്കിയാലോ എന്നൊക്കെ ചിന്തിച്ച ടെറ്റ്സു വെക്കേഷൻ പ്ലാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അധികം വൈകാതെ വീടിന് മുമ്പിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട് പുറത്തു നോക്കാൻ പോയത് ഹിമാവരിയായിരുന്നു. ഡോർ തുറന്നു നോക്കിയ ഹിമാവരി അവരുടെ വീടിന് മുമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടെത്തി. അവർ കുട്ടിയെ വീടിനകത്തേക്ക് എടുത്തു. പിന്നാലെ പോലീസിന് റിപ്പോർട്ട് ചെയ്യാനും ആ കുട്ടിയുടെ പാരന്റ്സിനെ തിരക്കാനും തീരുമാനിച്ചു. പിന്നാലെ കുട്ടിക്ക് ഡയപ്പർ മാറ്റണമായിരുന്നു. അതുകൊണ്ട് ഡയപ്പർ വാങ്ങുവാൻ ടെറ്റ്സു അവരുടെ ബോസ് അടക്കം വർക്ക് ചെയ്യുന്ന കൺവീനിയൻസ് സ്റ്റോറിലെത്തി. പക്ഷേ ടെറ്റ്സുവിനും ഭാര്യയ്ക്കും പുതിയൊരു കുട്ടി കൂടി ഉണ്ടായി എന്ന തരത്തിൽ അവർ തെറ്റിദ്ധരിക്കുകയായിരുന്നു ചെയ്തത്. അതോടെ ആശംസകൾ അറിയിക്കുവാൻ അവരൊരു കൂട്ടമായി ടെറ്റ്സുവിന്റെ വീട്ടിലേക്ക് വന്നു. തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ നടന്ന കാര്യങ്ങൾ ടെറ്റ്സുവും ഭാര്യയും ചേർന്ന് വിശദീകരിച്ചു. ഒടുവിൽ ആ കുട്ടിയുടെ പാരന്റ്സിനെ കണ്ടുകിട്ടുന്നവരെ കുട്ടിയെ പരിപാലിക്കാൻ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു. ആ കുട്ടിക്ക് തൽക്കാലത്തേക്ക് അവർ റിയു എന്ന് വിളിപ്പേരിട്ടു. റിയു എപ്പോഴും വീട്ടിലുള്ളതുകൊണ്ട് ടെറ്റ്സു സന്തോഷവാനായി കാണപ്പെട്ടു. റിയുവിനൊപ്പം സന്തോഷത്തോടെ ദിവസം തള്ളി നീക്കാനും തുടങ്ങി. റിയുവിനൊരു കളിക്കൂട്ടുകാരനെ സംഘടിപ്പിക്കാനും ടെറ്റ്സു ശ്രമിക്കാൻ ആരംഭിച്ചു. നിർഭാഗ്യവശാൽ ടെറ്റ്സു റിയുവുമായി പാർക്കിലെത്തുമ്പോൾ ടെറ്റ്സുവിന്റെ യാക്കുസ ഹിസ്റ്ററിയും പെരുമാറ്റ രീതിയും കാരണം കുട്ടികളുമായി അമ്മമാർ ഓടി മാറുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റിയുവിന് നല്ലൊരു കുട്ടിക്കാലം കൊടുക്കണം എന്ന് ടെറ്റ്സുവിനുണ്ടായിരുന്നു. തന്റെ പോലെ ഒറ്റപ്പെട്ട ഗ്ലൂമി ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആവരുത് അവന്റേത് എന്ന് ടെറ്റ്സു അത്രമേൽ ആഗ്രഹിച്ചു. ആ സമയം ടെറ്റ്സുവിനൊരു ഫോൺ കോൾ എത്തി. പഴയ ഒരു പരിചയക്കാരി സഹായം അഭ്യർത്ഥിച്ച് വിളിച്ചതായിരുന്നു അത്. കോണ്ടോയുടെ ആളുകൾ ടീച്ചറായ ആ സ്ത്രീയുടെ അടുത്തെത്തി ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ ടീച്ചർ അവർക്കെതിരെ ഷൗട്ട് ചെയ്തു. ടെറ്റ്സുവിനെ അവർ സഹായത്തിനും വിളിച്ചു. വൈകാതെ ടെറ്റ്സു അങ്ങോട്ടേക്ക് എത്തി. ടീച്ചറുടെ സൈഡിൽ ടെറ്റ്സുവിനെ കണ്ടതും ബോസ് കോണ്ടോയുടെ ആളുകൾ ഭയപ്പെട്ട് പിന്മാറി. നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ടെറ്റ്സു ടീച്ചറോട് തിരക്കി. കോണ്ടോയ്ക്കും ആളുകൾക്കും തന്റെ സ്കൂൾ വാങ്ങി ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആക്കാനാണ് പദ്ധതി എന്ന് ടീച്ചർ വിശദീകരിച്ചു. കോണ്ടോയുടെ റിക്വസ്റ്റ് സ്വീകരിക്കാത്തതുകൊണ്ടും താനതിന് വഴങ്ങാത്തതുകൊണ്ടും അവർ സ്കൂളിന് മേൽ അതിക്രമങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ടീച്ചർ പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി മറ്റു സ്കൂളുകളിൽ ജോയിൻ ചെയ്തു എന്നും പറഞ്ഞു. ഒക്കെ കേട്ടതും ടെറ്റ്സുവിനും ദുഃഖം തോന്നി. അവിടെ നിന്ന് പോരുമ്പോൾ
ടെറ്റ്സുവിന്റെ പരിചയക്കാരിയായ ഒരമ്മയും കൂടെയുണ്ടായിരുന്നു. ടെറ്റ്സുവിന്റെ പവർ ഉപയോഗിച്ച് ആ സ്കൂൾ പ്രൊട്ടക്ട് ചെയ്യുവാൻ ടെറ്റ്സുവിനോട് ആ അമ്മ ആവശ്യപ്പെട്ടു. ടെറ്റ്സു വീട്ടിലെത്തി ആ കാര്യങ്ങൾ മീക്കുവുമായി ഡിസ്കസ് ചെയ്തു. ഒരുപാട് നേരം കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ മീക്കു ടെറ്റ്സുവിന് അനുവാദം കൊടുത്തു. പക്ഷെ ഒരു കണ്ടീഷൻ മിക്കു മുന്നിലേക്ക് വെച്ചു. ടെറ്റ്സു ഒരിക്കലും പ്രശ്ന പരിഹാരത്തിന് വയലന്റ് നേച്ചറിലേക്ക് പോകരുത് എന്നായിരുന്നു അത്. അതോടെ ടെറ്റ്സു തന്റെ പഴയ സുഹൃത്തായ യാക്കുസ മെമ്പർ ഷിറാക്ക ടൊറാജിറോയെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. മുമ്പ് സ്കൂൾ ഗാർഡായും മറ്റും വർക്ക് ചെയ്തിട്ടുള്ള യാക്കുസയാണ് അവൻ. ടൊറാജിറോയുമായി അവൻ ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ പഴയ യാക്കുസ ഗ്യാങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും ചെറിയ സമാധാന ചർച്ചകളിൽ പോലും വയലൻസ് കടന്നുവരുമായിരുന്നു. ചർച്ചകൾ പോലും അവർക്കിടയിൽ പരസ്പരം തല്ലുകൂടുന്ന തരത്തിൽ പോലുമായിരുന്നു. അവർ തമ്മിൽ അത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ കൊഹാരു എന്നൊരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നു. കൊഹാരു ടൊറാജിയോയുടെ സഹോദരിയായിരുന്നു. അവരിരുവരുടെയും തമ്മിത്തല്ലിയുള്ള ചർച്ച കണ്ട് അവർ വഴക്കുകൂടുകയാണ് എന്നായിരുന്നു കൊഹാരു കരുതിയത്. കൊഹാരു അവരിരുവരെയും ചീത്ത പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ടെറ്റ്സുവിനെ ഇടിക്കുവാനും കൊഹാരു ശ്രമിച്ചെങ്കിലും വിദഗ്ധമായി ടെറ്റ്സു ഒഴിഞ്ഞു മാറുകയും അവളെ ബന്ദിയാക്കുകയും ചെയ്തു. അവരിരുവരും അത്രമേൽ അടുത്തു വന്നിരുന്നു. അതോടെ കൊഹാരുവിന്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ വർദ്ധിച്ചു. അവൾ ടെറ്റ്സുവിനെ ക്ലോസ് ആയി നോക്കി നിന്നു. ടെറ്റ്സുവിനോട് ആ നിമിഷത്തിൽ കൊഹാരുവിന് പ്രണയം പോലും തോന്നി. ഇതേ സമയം വീട്ടിൽ മിക്കുവും മസാരുവും സംസാരിക്കുകയായിരുന്നു. കണ്ടുകിട്ടിയ ആ കുട്ടിക്ക് ടെറ്റ്സുവിന്റെ മുഖച്ഛായയാണുള്ളത് എന്ന തരത്തിൽ ഒരു ബോംബ് അവരുടെ സംസാരത്തിനിടയിൽ വീണു. ഒരുപക്ഷെ ടെറ്റ്സുവിന്റെ മറ്റേതെങ്കിലും സ്ത്രീയുമായുള്ള ബന്ധത്തിലുള്ള കുട്ടിയാണെങ്കിലോ അത് എന്ന തരത്തിലേക്കും സംസാരം കടന്നു വന്നു. മിക്കുവാകട്ടെ മസാരുവിന്റെ വായിൽ നിന്നും അത് വീണത് കേട്ടതും വല്ലാതെ ക്ഷോഭിക്കാൻ ആരംഭിച്ചു. ദേഷ്യത്തിൽ മസാരുവിന്റെ മുഖത്ത് അവൾ ഒരു അടി കൊടുക്കുക പോലും ചെയ്തു. എന്തൊക്കെയാകും ഇനി സംഭവിക്കുക? കുട്ടിയെ ചൊല്ലി മിക്കുവും ടെറ്റ്സുവും തമ്മിൽ പ്രശ്നമാകുമോ? ടെറ്റ്സുവിന് സ്കൂൾ സംരക്ഷിക്കാൻ സാധിക്കുമോ? എന്തൊക്കെ വെല്ലുവിളികളാകും ഇനി ടെറ്റ്സുവിനെ തേടിയെത്തുക? കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.